ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് സ്വല്പം കൂടെ വ്യത്യസ്തമായി യൂണിവേഴ്സൽ സൈക്കോളജി, യൂണിവേഴ്സൽ ലോയിനെ കുറിച്ച് കഴിഞ്ഞ തുടർച്ചയായി മനോജ് സാറിന്റെ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യൂണിവേഴ്സൽ സൈക്കോളജിയുടെ പാർട്ടായിട്ട് അവയർനെസ് കുറിച്ച് പഠിക്കുകയായിരുന്നു. ഇന്ന് അതിന് തന്നെ കണ്ടിന്യൂഷൻ. നമുക്കെല്ലാവർക്കും മനോജ് സാറിനെ കേൾക്കാം. ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് സാറിനെ. മനോജ് സാർ, യുവർ വെൽക്കം. താങ്ക് യു സാബു സാർ. അപ്പോൾ പുതുവർഷം പിറക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ആദ്യമേ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ നമുക്ക് ആരംഭിക്കാം. സത്യത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിൻ്റെ സെഷൻ എനിക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. അപ്പം എൻ്റെ ഇടയ്ക്കൊരു സാങ്കേതിക പ്രശ്നം പറ്റി. ഒരുപക്ഷെ അതും ഒരു യൂണിവേഴ്സൽ നിയമമാകാം. പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം തീരുമാനിച്ച അത്രയും മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കൺക്ലൂഷനാണ് ഞാനാവുന്ന ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ സാബു സാറും ഒക്കെ അതിനകത്ത് വീണ്ടും എല്ലാവരും കൂടെ വന്ന് അത് വളരെ മനോഹരമായ വേറൊരു ചർച്ചയിലിട്ടൊക്കെ നിർത്തി ആ സെഷൻ്റെ എല്ലാ കണ്ടന്റ് ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ നമ്മുടെ ആ സെഷൻ കംപ്ലീറ്റ് ആക്കി അത് വേറൊരു യൂണിവേഴ്സൽ പ്രപഞ്ച നിയമപ്രകാരം അതും കംപ്ലീറ്റ്. അപ്പോൾ ഒന്നും മുഴുമിപ്പിക്കാതെ പോകുന്നില്ല. എല്ലാത്തിൻ്റെ ഒരു തുടക്കവും ഒടുക്കവും എല്ലാവരും പര്യവസാനിക്കും എന്നുള്ളത് വീണ്ടും ഒരു തിരിച്ചറിയലും കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ച്. എനിക്ക് ആദ്യം ഒരു തോന്നി അത് തുടങ്ങിയ പോലെ സം സോർട്ട് ഓഫ് ഡിസ്റ്റർബൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെന്ന്. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം പ്രകൃതി നിയമങ്ങളായിരിക്കും. അതിനെയൊക്കെ മറികടക്കുക അല്ലെങ്കിൽ അതിനുള്ള വഴികൾ തേടുക എന്നുള്ളതൊക്കെയാണല്ലോ നമ്മളിപ്പോൾ ഉള്ളവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സൽ നിയമങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് എന്നാൽ പിന്നെ ഇങ്ങനെയുള്ളൊരു തീം യൂണിവേഴ്സൽ ലോസിനെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചത് വളരെ ചെറിയ നമ്മുടെ രീതിയിലാണെങ്കിലും അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സൽ ലോസ് എന്ന് പറഞ്ഞ തീം ശരിക്കും ഞാനിന്ന് സെലക്ട് ചെയ്യാനൊരു കാരണം കൂടെ അതാണ്. ഞാൻ നേരത്തെ 2 സെഷൻ അവതരിപ്പിക്കും. പക്ഷേ കഴിഞ്ഞ സെഷനിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടെ അതുകൊണ്ട് സാബു സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കണക്റ്റഡ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സൽ ലോസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെഷനിലേക്ക് നമുക്കിന്ന് കിടക്കാം. അപ്പോൾ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സൽ ലോസ് എന്ന് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് എണ്ണം ഒന്നും പറയാൻ പാടില്ല. എല്ലാ അത്രമാത്രം എണ്ണമറ്റ പ്രകൃതി നിയമങ്ങൾ, അതിൽ കുറച്ച് നിയമങ്ങൾ മാത്രം പ്രകൃതിയുടേതാണെന്ന് പറഞ്ഞ് തരം തിരിച്ചൊന്നും നമുക്ക് പ്രകൃതി നിയമങ്ങളെ എണ്ണം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ അറിയാനോ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എല്ലാം ഒരു മുൻവിധി പോലെ, നേരത്തെ ഒരു നിശ്ചയം പോലെ പ്രപഞ്ചം ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കും വളരെ ലിമിറ്റേഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അതാണല്ലോ പ്രകൃതി നിയമങ്ങളെ നമ്മൾ മാനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചും നമ്മുടെ അതിന് അകത്തുള്ള ഈ ജീവികളായ നമ്മുടെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടുന്ന ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോസ്. അതെല്ലാവർക്കും അറിയാം. പ്രകൃതി നിയമങ്ങളിൽ കൂടെ പല കാര്യങ്ങളും നമുക്ക് ഒരു പൂർണ്ണതയിൽ വരാനോ അല്ലെങ്കിൽ നമ്മളതിനെ പഠിക്കുകയൊക്കെ ചെയ്താൽ അതിൻ്റെ തത്വങ്ങളുണ്ട്. യൂണിവേഴ്സൽ ലോസിൻ്റെ പ്രിൻസിപ്പിൾസ് ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രായോഗിക തലങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു സാർവത്രിക നിയമം എന്നാണല്ലോ യൂണിവേഴ്സൽ ലോസിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാർവത്രിക നിയമങ്ങൾ തന്നെയാണ്. അതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ആണ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള ഒരു ചെറിയ അവയർനെസ് കൂടെയൊക്കെ നമ്മളെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു പരിശ്രമമാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. എത്രയോ കാര്യങ്ങൾ മനസ്സിലാകാതെ കിടക്കുന്ന ഇനിയും ചുരുളുകൾ അഴിയാനായിട്ടുള്ള അൺഫോൾഡഡ് മാറ്റേഴ്സ് ഒരുപാടുണ്ട് യൂണിവേഴ്സിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള രത്നയാട്ടമൊക്കെ ആയിരിക്കും അവർ പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സബ്ജക്റ്റിനൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നതൊക്കെ. അപ്പോൾ യൂണിവേഴ്സൽ ലോസ് എന്നൊരു ആശയം ഒരു വലിയ ദാർശനിക ആശയം ആണെന്നോ അല്ല അതിൻ്റെ ഒരു ചർച്ചകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ആശയമല്ല ശരിക്കും പറഞ്ഞാൽ. വലിയ ദാർശനികത ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും അപ്പുറത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ജീവിതത്തിൻ്റെ സങ്കീർണതകളെ കൈകാര്യം ചെയ്യുന്നതിൽ
നമ്മളെ സഹായിക്കാൻ പറ്റും. ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയുകയോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുകയോ അതെന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല ചട്ടക്കൂടുകളിൽ കൂടിയാണ് പല കാര്യങ്ങളും നമ്മൾ. അപ്പോൾ ആ ഫ്രെയിം വർക്കിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിനകത്ത് വരുന്ന ഈ പറഞ്ഞ സാംസ്കാരികവും നമുക്ക് ലൗകികവുമായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെറുതായിട്ടെങ്കിലുമൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ നിയമങ്ങളെ ഒന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും സഹായിക്കും. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രപഞ്ചത്തിൽ ഐക്യം വേണം, ഒരു ബാലൻസ് വേണം. അപ്പോൾ അതൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് നമ്മളുടെ തന്നെ ഒരു അസ്തിത്വം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചിത്രം ഇങ്ങനെ ഈ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിൽ കൂടിയാണ് നമ്മുടെയൊക്കെ അസ്തിത്വം പോലും നിൽക്കുന്നത്. അതിന് പല മാനങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ഇപ്പോൾ സ്പിരിച്വാലിറ്റിയെ കുറിച്ചൊക്കെ പോലും പറയുന്നത് അതാണ്. നമ്മുടെ വിഷയം അതല്ല. ഈ യൂണിവേഴ്സൽ നിയമങ്ങളിൽ കൂടെ നമുക്ക് എങ്ങനെ ആ തത്വങ്ങളിൽ കൂടിയൊക്കെ ഈ സാർവത്രിക നിയമങ്ങളെയൊക്കെ അതിൻ്റെ ഒരു അടിത്തറയുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക, അത്രമാത്രമേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്ഥിരവും വിശ്വസനീയമായ ഒരു ഘടന ഇതെല്ലാം നൽകും. നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടെങ്കിൽ ആ റൂൾസിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസൃതമായ നിയമങ്ങൾ കൂടി പോട്ടെ. ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളെന്ന് പറയുന്നത്, ട്രാഫിക് ലോകളിലൊക്കെ നമ്മൾ കീപ്പ് ലെഫ്റ്റ് എന്നും സിഗ്നൽ മാനിക്കാനും പെഡസ്ട്രിയൻസിന് ഗീവ് വേ എന്നൊക്കെ പറയുന്ന പോലെ നിയമം. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഫ്രെയിം വർക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? ഈ നിയമങ്ങളിൽ, യൂണിവേഴ്സൽ നിയമങ്ങൾ, ലോ ഓഫ് അട്രാക്ഷന് അല്ല അതുപോലുള്ള കുറച്ച് കാര്യങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ. അതിന് എത്രയോ ലോ ഓഫ് എന്താണ് യൂണിവേഴ്സൽ ലോകളുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും. എന്താണ്, കാരണങ്ങളുണ്ട്. അതും വേറൊരു നിയമമാണ്. ഓരോ പ്രവൃത്തിക്കും എന്താണ് അതിൻ്റെ അനുസൃതമായ പ്രതികരണം ഉണ്ടെന്ന്. അതാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് പറയുന്നത്. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ പല പല ലോകളിൽ വരുന്ന, യൂണിവേഴ്സുകളിൽ വരുന്ന എല്ലാം ഒരു ചെറിയ ഉദാഹരണങ്ങളിൽ മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഓർമ്മിക്കുന്നത് എന്താണ്, ശ്രദ്ധാപൂർവമായ നമുക്കുള്ള കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളെ പെരുമാറ്റത്തെ ഒരു പക്ഷേ ഇതൊക്കെ സ്വാധീനിച്ചേക്കാം. അപ്പോൾ ആ ഫ്രെയിം വർക്കൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നിയമങ്ങളിൽ കൂടെ ജീവിക്കുക എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ഈ നിയമങ്ങളെ ഉൾക്കാഴ്ചകൾ, പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ധാരണയും നമുക്ക് കിട്ടും. പല നിയമങ്ങളിൽ കൂടെ നമ്മളൊരു എത്തിനോട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ലോ ഓഫ് ഡിവൈൻ വൺനെസ്. നമ്മളെല്ലാം ഒരുമിച്ച് പ്രപഞ്ചത്തിൽ നിർത്തുന്ന ഒരു ലോ ഉണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്. അതിൻ്റെ ഒരു ഈ പറഞ്ഞ ലിമിറ്റ്, ഒരു ബലത്തിലേക്ക് നോക്കാൻ അതിന് അപ്പുറത്തേക്കും എല്ലാ വസ്തുക്കളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന അതാണ്. അതിനെ തിരിച്ചറിയുന്നത് ഒക്കെ ഈ പറയുന്ന ലോകളിൽ കൂടെയാണ്. നമുക്ക് തന്നെ എല്ലാം പരസ്പരം പൂരകങ്ങളാണെന്നുള്ള ഒരു തത്വത്തിലേക്ക് നമ്മളെയൊക്കെ ഈ ലോ ഓഫ് ഡിവൈൻ വൺനെസ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല തത്വങ്ങളുള്ള ഒരു ലോയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു തുല്യത, ഒരു ഈക്വൽ പൊസിഷൻ നമ്മുടെയൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെന്നും ഈ പറയപ്പെടുന്ന വർണ്ണ വിവേചനങ്ങളും വ്യത്യാസങ്ങളൊന്നും മനുഷ്യർക്ക് തമ്മിലോ മറ്റുള്ള കാര്യത്തിലൊന്നും ബാധകമല്ല എന്നൊക്കെയാണ് ഈ ലോ ഓഫ് വൺനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുക, പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്ന ഒരു വലിയ ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ. അപ്പോൾ അത് ആ പ്രാപഞ്ചിക നിയമങ്ങളിൽ കൂടെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു പോയാൽ നമുക്കും അതിൻ്റേതായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും അല്ലെങ്കിൽ അതിനുള്ള മറ്റുള്ള ഒരു അവയർനെസ് പല കാര്യങ്ങളും നമുക്കൊക്കെ കിട്ടും. ഇതിനെക്കുറിച്ച് യാതൊരു ഒരു തർക്കവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതുപോലെ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡുണ്ട്, മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ യൂണിവേഴ്സൽ ലോകളുടെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സാർവത്രിക നിയമങ്ങളുടെ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഈ മാനിഫെസ്റ്റേഷനിൽ കൂടിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ സീക്രട്ട്. അതപ്പോൾ എങ്ങനെ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സാബു സാറിനെ പോലൊക്കെയുള്ള പലരും അതിനെക്കുറിച്ച് വളരെ വിദഗ്ധമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന വിദഗ്ധരുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ നിയമങ്ങളിൽ കൂടെ ഒക്കെ പോയാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുന്ന പോലെ മറ്റ് യൂണിവേഴ്സൽ ലോകളുടെ പോയാലും നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കിട്ടുമെന്നുള്ള പല പഠനങ്ങളും ഉണ്ട്. പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് സാധിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ രീതിയിലുള്ള അവയർനെസ് വേണം. അപ്പോൾ അതെന്താണ്, നമ്മുടെ ചിന്തകളെയും അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെയും പ്രവൃത്തികളൊക്കെയൊക്കെ
ഈ തത്വങ്ങൾ ഒന്ന് യോജിപ്പിച്ചു കഴിഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെ, അല്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ആ വെല്ലുവിളികളൊക്കെ കുറച്ചുകൂടെ ക്ലിയറായിട്ടോ ഒരു കൂടുതൽ വ്യക്തതയോടെ ഒക്കെ ഒന്ന് നമുക്ക് പുനരുജ്ജീവിക്കാനായിട്ടും കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഈ നിയമങ്ങൾ സാധിക്കുമെന്നുള്ളതിലും പഠന വിഷയങ്ങളൊക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധങ്ങളൊക്കെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിലനിൽപ്പ് തന്നെ ഏതാണ്. നമുക്ക് ഓരോരുത്തർക്കുള്ള ആ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കാനും എല്ലാ വസ്തുക്കളെയും പരസ്പര ബന്ധത്തെയും അതിനുള്ള കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നേടാനും ഈ നിയമങ്ങൾ സാധിക്കട്ടെ. അപ്പോൾ അതിനേക്കുള്ള ഒരു 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 എത്തിനോട്ടമാണ് നമുക്ക് ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ സാബു സാറ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു. ഓക്കെ സർ. വെൽക്കം ടു ദിസ് സെഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവരെയും വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നമുക്ക് നടത്താം. ആദ്യം എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഈ തരത്തിലുള്ളതാണ്. ഒരു ഇൻട്രഡക്ഷൻ നമുക്ക് ഇവിടെ പറയാനുള്ളത്. ദി യൂണിവേഴ്സ് ഓപ്പറേറ്റ്സ് അണ്ടർ എ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ഓൾ മാറ്റർ ആൻഡ് എനർജി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാം ഒരു സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൂൾസിൽ കൂടാണ് ഈ യൂണിവേഴ്സൽ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദീസ് യൂണിവേഴ്സൽ ലോസ് ക്യാൻ അൺലോക്ക് ദ സീക്രട്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അതാണ് മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അത് അൺലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ യൂണിവേഴ്സൽ നിയമങ്ങളിലുള്ള സീക്രട്സ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം? മാനിഫെസ്റ്റേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ടേണിംഗ് തോട്ട്സ്, desires and intentions into reality by aligning with these natural laws. അപ്പോൾ അതാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും നമ്മുടെ ഒക്കെയും അതിൻ്റെ റിയാലിറ്റിയിലേക്ക് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ നിയമങ്ങളിൽ കൂടെ പോയെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അതിനാണ് യൂണിവേഴ്സൽ ലോകളിൽ മാനിഫെസ്റ്റേഷൻ വളരെ അത്യാവശ്യമാണെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിലേക്കുള്ളൊരു എത്തിക്കൊണ്ടാണ്. അപ്പം വാട്ട് ആർ ദ കീ യൂണിവേഴ്സൽ ലോസ്? എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സൽ നിയമങ്ങൾ, സാർവത്രിക നിയമങ്ങൾ? അതിലെ എന്താണ് ഡീപ്പർ ഇൻസൈറ്റ്സ്, അതിനകത്ത് ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണ്? ആൻഡ് ഹൗ ദേ ക്യാൻ ബി ഹാരൻസ്ഡ് ഫോർ മാനിഫെസ്റ്റേഷൻ. നമ്മുടെ ഈ പറഞ്ഞ ലൗകിക ജീവിതത്തിലേക്കൊക്കെയും അല്ല മറ്റുള്ള അതിൻ്റെ തലങ്ങളിലേക്കൊക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബെനിഫിറ്റുകൾ എങ്ങനെ കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അടുത്തത് അണ്ടർസ്റ്റാൻഡിങ് ദി യൂണിവേഴ്സൽ ലോസ്. നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരുപാട് എല്ലാം യൂണിവേഴ്സൽ നിയമങ്ങളിൽ കൂടെയാണ് ലോകം കടന്നു പോകുന്നത്. പക്ഷേ എങ്കിൽ നമ്മളുടെയൊക്കെ അതിന് ഒരു വ്യക്തത വന്നിട്ടുള്ള ഫ്രെയിം വർക്കിൽ കൂടെ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ നിർവചനങ്ങളുള്ള അധികം യൂണിവേഴ്സൽ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാ നിയമങ്ങളെക്കുറിച്ചും നമുക്ക് പോകാനുള്ള സമയമില്ല. അപ്പം എൻ്റെ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു നോട്ടത്തിൽ കണ്ട കുറച്ച് യൂണിവേഴ്സൽ ലോകളെ മാത്രം ആണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോസ് ആർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗവേൺ ദ ബിഹേവിയർ ഓഫ് ഓൾ മാറ്റർ ആൻഡ് എനർജി ഇൻ ദ യൂണിവേഴ്സ്. ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എനർജിയും ബിഹേവിയറാണ് അതിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും എനർജിയും യൂണിവേഴ്സിലുള്ള എല്ലാ ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഈ പറഞ്ഞ ഒരു ചെറിയ പല ഡെഫിനിഷൻസ് ഉണ്ടാവും, എങ്കിലും അതാണ് പറയുന്നത് ഇതിൻ്റെ ഈ യൂണിവേഴ്സൽ ലോകളുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് നോക്കിയാണെങ്കിൽ ദേ പ്രൊവൈഡ് കൺസിസ്റ്റന്റ് ആൻഡ് പ്രിഡിക്റ്റബിൾ ഫ്രെയിം വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് നാച്ചുറൽ ഫിനോമിന. അപ്പം പ്രകൃതിയിൽ നടക്കുന്ന പ്രകൃതി ബന്ധപ്പെട്ട് നടക്കുന്ന പല പ്രവർത്തികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ലോകത്തെക്കുറിച്ചുള്ള പല സംഭവങ്ങളും നടക്കുന്നത് ഒരു കൺസിസ്റ്റൻസിയിൽ കൂടെയാണ്. അതിനൊരു ചട്ടക്കൂടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസും. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ടു എവറിഥിങ് ഫ്രം ക്വാണ്ടം
പാർട്ടിക്കിൾസ് ടു ഗാലക്സീസ്. നമുക്കറിയാം ഒരു പാർട്ടിക്കിളിന്റെ ക്വാണ്ടം അതിന്റെ എത്ര വളരെ ചെറിയ ഒരു അണുവിൽ നിന്നും തുടങ്ങി പ്രകൃതി മുഴുവൻ ഗാലക്സി വരെയുള്ള കാര്യങ്ങളെയാണ് കുറിച്ചുള്ള അതാണ് ഇതിന്റെ സ്കോപ്പ് കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് സാർവത്രികമായ ഒരു നിയമമായതും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതും ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മൾ അങ്ങനെയാണ് ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് ഈ നേരത്തെ ഞാൻ യൂണിവേഴ്സൽ നിയമങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ എൻ്റെ കുറച്ച് നാളായുള്ള ഒരു ശ്രദ്ധ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും പ്രാധാന്യം ഉള്ളതെന്ന് എനിക്ക് തോന്നിയത് ഈ ദി ലോ ഓഫ് ഡിവൈൻ വൺനെസ് ആണ്. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ലോകളെല്ലാം അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണെങ്കിലും അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത്. എന്താണ് ദി ലോ ഓഫ് ഡിവൈൻ പറയുന്നത്? എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഇന്റർകണക്റ്റഡ്. എല്ലാം പരസ്പരം ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർകണക്റ്റഡ് ആണ്. അവർ ആക്ഷൻസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ക്യാൻ ഹാവ് ഫാർ റീച്ചിങ് ഇമ്പാക്ട്സ് ബിയോണ്ട് വാട്ട് വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി സീ. അതായത് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സുകൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിലും വളരെ വേഗത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നു. അതുമായിട്ടൊക്കെയുള്ള ഇന്ററാക്ഷൻസ് എവിടെയൊക്കെയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് എല്ലാവരെയും പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ഡിവൈൻ പവർ അതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ലോ ഓഫ് ഡിവൈൻ വൺനെസ് പറയുന്നത്. അതിൻ്റെ ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയ ഒരു നിർവചനം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ, അവർ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ഇമ്പാക്ട് നോട്ട് ജസ്റ്റ് അവർ സെൽഫ്, നമ്മളിൽ മാത്രമല്ല, നമ്മുടെ തോട്ട് നമ്മളെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ബട്ട് ദ എൻറ്റയർ യൂണിവേഴ്സ്. നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്കായിട്ടുള്ള തോട്ടുകൾ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിനും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോസിറ്റീവ് മീൻസ് പോസിറ്റീവ് എന്നും അല്ലെങ്കിൽ നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യങ്ങളിലെ കാര്യം അതാണ്. ഓക്കെ, സോ ദിസ് ഇൻസൈറ്റ്സ് എൻകറേജ് us to take responsibility of our choices and strive to contribute positively to the world. അതാണ്. അപ്പം നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ചിന്തിച്ചാൽ പോസിറ്റീവ് നമുക്ക് ചോയ്സസ് കിട്ടും. അത് അങ്ങനെ സംഭവിക്കുള്ളൂ. അപ്പം നമ്മളുടെ ചിന്തകളെ ആ രീതിയിൽ നമ്മൾ ക്രമീകരിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്കിത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പ്രഷൻസ് നമ്മൾ ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിൽ ഈ പറയുന്ന വൺനെസ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. സിമ്പിൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്, ദയ, വെദർ സ്മോൾ ഗസ്റ്റേഴ്സ്. ഒരാളെ കാണുമ്പോൾ നമ്മുടെ ദയ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു സഹാനുഭൂതി കൂടിയുള്ള ഒരു നോട്ടം തന്നെ ഒരു വൺനെസ് അല്ലേ നമുക്ക് അതിനെ അർഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക്. അപ്പോൾ അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് ഹെൽപ്പിങ് അതേഴ്സ് ഓൾസോ. അങ്ങനെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരു കണക്റ്റഡ്നെസ്, ദ ലോ ഓഫ് ഡിവൈൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രപഞ്ചത്തിലെല്ലാം കാണാൻ കിട്ടും. അതുപോലെ ഈ ഫീലിങ്സ് ഒരുപാടുണ്ട്. ദയ അടക്കമുള്ള, കമ്പാഷൻ അടക്കമുള്ള നിരവധി അനേകം ഫീലിങ്സിനൊക്കെ നമുക്ക് ഇതുപോലെ ഇന്റർകണക്ട് ചെയ്യാൻ പറ്റുന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ വിവിധ തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നതും അതിൻ്റെ ഗുണങ്ങൾ അറിയുന്നതും അതൊക്കെ പ്രാവർത്തികമാക്കുന്നതുമായിട്ടുള്ള വലിയൊരു സബ്ജക്റ്റാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അതെന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് നോക്കിയാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ, ദ ലോ ഓഫ് അട്രാക്ഷൻ സജസ്റ്റ് ദാറ്റ് like attracts like. Positive or negative thoughts bring positive or negative experience into a person's life. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നമുക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റിവിറ്റി കിട്ടും, നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തിരിച്ചു കിട്ടും. അപ്പോൾ ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കണം എങ്ങനെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. അതിന് ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നമുക്ക് കിട്ടുന്ന പ്രോസ്പെറിറ്റിക്കും മറ്റും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ ഡിസൈഴ്സിനും ഒക്കെ അതിൻ്റേതായ രീതിയിൽ പോടുന്ന മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അതിൽ കൂടെ ഒക്കെ പോയി അതൊരു നിയമമാണല്ലോ. അപ്പം ഞാൻ നേരത്തെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അപ്പം ആ നിയമത്തിൽ കൂടെ പോയി അതിൻ്റെ ഫ്രെയിം വർക്കിൽ നിന്ന് അത് പറയുന്ന കാര്യങ്ങൾ മാത്രം സാധിച്ചാൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രാപ്യമാക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ
ഫ്രെയിം വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾക്കാഴ്ചകൾ കിട്ടും. എന്താണ് അതിൻ്റെ ഒരു ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ, ദിസ് ലോ എംഫസൈസ് ദ പവർ ഓഫ് മൈൻഡ് സെറ്റ്. നമ്മളുടെ മൈൻഡ് സെറ്റിനെയും നമ്മളുടെ ഇൻറ്റൻഷനെയും അത് ഇറ്റ് വിൽ ഗീവ് എ ഷേപ്പ് ഇൻ ടു റിയാലിറ്റി. ഇതാണ് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉന്നതിക്കോ അതിനെ നമ്മുടെ ഒരു മനസ്സിൽ കൂടിയുള്ള ഒരു മൈൻഡ് സെറ്റിൽ കൂടാണ് ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റേതായ ഫ്രെയിം വർക്കിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ സാധിക്കും. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞ നിരവധി പേര് പല രീതിയിൽ ഇപ്പം ഒരുപക്ഷെ എല്ലാവരും ചിന്തിക്കും പണം മാത്രമാണോ? പണം മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നിരവധി കാര്യങ്ങൾ സാധിച്ചിട്ടുള്ള, സാമ്പത്തികമായിട്ട് മാത്രമല്ല എല്ലാ തരത്തിലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നു പഠിപ്പിക്കും. ഇതിനെക്കുറിച്ച് വലിയ സ്റ്റഡീസ് തന്നെ നടത്തുന്ന ഒരുപാട് ട്രെയിനർമാർ ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. നമുക്കിപ്പം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരിക്കുന്ന ഉദാഹരണത്തിന് ബിനോയ് ജോൺ സാർ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സാർ ഇന്നത്തെ നമ്മുടെ ഈ സെഷനിലുണ്ട്. അദ്ദേഹമൊക്കെ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ വർഷങ്ങളായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ചൊക്കെ നിരവധി ഗവേഷണങ്ങൾ വർഷങ്ങളായിട്ടൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. സാറിനെ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറ് ഈ വിഷയത്തെക്കുറിച്ച് ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ബുക്ക്, അതിനെക്കുറിച്ച് മാത്രമല്ല സാറ് പറഞ്ഞിട്ടുള്ള സാറിൻ്റെ ഒരു പ്രസിദ്ധമായ ഒരു ബുക്കും ഉണ്ട്, ദ യൂണിവേഴ്സൽ മാനിഫെസ്റ്റേഷൻ സീക്രട്സ് എന്ന് പറഞ്ഞ് ബിനോയ് ജോൺ സാറ് എഴുതിയൊരു ബുക്ക് പോലും ഉണ്ട്. അതിപ്പം ആമസോണിലൊക്കെ അത് എന്താണ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് ഒക്കെയാണത്. സാറ് അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്ലാസ് എടുത്തു. അപ്പം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വലിയ സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ചുള്ള ഈ പറഞ്ഞുള്ള അവയർനെസ് ഒക്കെ ആൾക്കാരിലൊക്കെ എല്ലാ പ്ലാറ്റ്ഫോമിലും, ഇപ്പോൾ സാബു സാറൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സീരിയസ് ആയിട്ട് ചെയ്യുന്ന വ്യക്തികളുള്ളവരൊക്കെയാണ്. ഇപ്പം ബിനോയ് ജോൺ സാർ അതിനെക്കുറിച്ച് വളരെ അധികാരമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ്. നമുക്ക് ഈ സെഷന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെയൊക്കെ റിയാക്ഷൻസും നമുക്ക് കേൾക്കുകയും ചെയ്യാം ആഫ്റ്റർ ദി സെഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിത് എങ്ങനെയാണ് സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു ഇതിൻ്റേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ ഗോൾ സെറ്റിങ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഡിസയേഴ്സ് ഒക്കെ നമ്മൾ അതനുസരിച്ചിട്ട് വിഷ്വലൈസ് ചെയ്യണം. യു വിഷ്വലൈസ് യുവർ ഗോൾസ് ആൻഡ് ഫോക്കസ് ഓൺ പോസിറ്റീവ് ഔട്ട്കംസ് ടു അട്രാക്ട് വാട്ട് യു ഡിസയർ. അപ്പോൾ അതാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്ന അതാണ്. നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ഗോളുകളും സെറ്റ് ചെയ്യുന്ന ഗോളുകളൊക്കെ അത് ഫോക്കസ് ചെയ്ത് അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള രീതികളിൽ കൂടി പോയി ആ നിയമങ്ങളൊക്കെ പാലിച്ച് ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നമുക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കുക എന്നുള്ളത് യാതൊരു തർക്കമില്ലാത്ത കാര്യങ്ങളാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയും. അതും ഞാൻ നോക്കിയ ഈ യൂണിവേഴ്സൽ ലോകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലോ ഓഫ് വൈബ്രേഷൻ എന്താണ്? എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ് മോഷൻ, ഈസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ. എല്ലാം നമ്മൾ യൂണിവേഴ്സിൽ കാണുന്ന സർവ്വതും ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് മോഷനിലാണ്. ആൻഡ് വൈബ്രേറ്റ്സ് അറ്റ് എ സ്പെസിഫിക് ഫ്രീക്വൻസി. എല്ലാത്തിനും ഫ്രീക്വൻസി ഉണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഫ്രീക്വൻസിയിൽ കൂടെയാണ് എല്ലാ വേൾഡിലെ എല്ലാ ഒബ്ജക്റ്റുകളും നിരന്തരം നമുക്കത് കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട്. അപ്പം ലോ ഓഫ് അട്രാക്ഷനിൽ കൂടി ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് എല്ലാം വൈബ്രേറ്റ് ചെയ്യുന്നത്. എവറിത്തിങ് ഇൻ ദി യൂണിവേഴ്സ് ഈസ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അപ്പോൾ അതിൻ്റെ ഇൻസൈറ്റ് എന്താണ്? നമുക്ക് ഞാനിത് ചെയ്തിരിക്കുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ സമയപരിധിയൊക്കെ കണക്കാക്കിക്കൊണ്ട് എന്താണ് അതിൻ്റെ നമുക്ക് ഈ ലോയിൽ കിട്ടുന്ന ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസൈറ്റിനെ കുറിച്ച് മാത്രം ചെറിയ വാക്കുകളിൽ എനിക്കറിയാവുന്ന പോലുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഞാനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറ്റ് റെക്കഗ്നൈസ് ദാറ്റ് ഓൾ മാറ്റർ, തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ഹാവ് വൈബ്രേഷണൽ ഫ്രീക്വൻസീസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ. അതാണ്. അപ്പോൾ ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള രണ്ട് കാര്യങ്ങൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആ ഫ്രീക്വൻസി മാച്ച് നമ്മൾ പോലും പറയാറുണ്ട്, മനുഷ്യന്മാർ തമ്മിലുള്ള ഫ്രീക്വൻസി മാച്ചിങ്ങിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ പോലും പറയാം. ചിലരെ കാണുമ്പോൾ നമുക്ക് എന്താണ് ചിലരോട് പ്രത്യേക താല്പര്യം തോന്നുന്നതും ചിലരോട് നമുക്ക് അത്രയും താല്പര്യം ഇല്ലാത്തതും ഒക്കെ എൻ്റെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ വൈബ്രേഷനാണ്. അത് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. നമ്മുടെ വാക്കുകളിലെ, പ്രവർത്തികളിലെ, നമ്മുടെ ഗസ്റ്ററിലെ ഒക്കെ ഈ ഫ്രീക്വൻസി മാച്ചിങ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുന്നിടത്ത് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാവും.
അപ്പോൾ അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ ചോദിച്ചാൽ അലൈൻ യുവർ വൈബ്രേഷണൽ ഫ്രീക്വൻസി വിത്ത് യുവർ ഡിസയേഴ്സ് ബൈ മെയിൻറ്റെയിനിങ് പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് തോട്ട്സ്. അപ്പോൾ അതാണ് എപ്പോഴും ഈ നിയമങ്ങളൊക്കെയും പറയുന്നത് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെയും പോസിറ്റിവിറ്റി ഉണ്ടാവണമെന്ന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോസിറ്റീവ് ഇമോഷൻസും തോട്ടും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസി തിരിച്ചും കിട്ടും. സോ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെയുള്ള അപ്പോൾ അതിനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ കൂടെ നമ്മൾ പോവുകയും ആ നിയമങ്ങളെ അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേണം മനുഷ്യരുടെ കാര്യം പറഞ്ഞാൽ എല്ലാ വാക്കുകളിലും ചിന്തകളിൽ കൂടിയാണല്ലോ നമ്മുടെ പ്രവൃത്തികളെല്ലാം നീങ്ങുന്നത്. അതുകൊണ്ട് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നു എൻ്റെ ഒരു നോട്ടത്തിൽ അതിനായിട്ട് വലിയ പ്രസക്തിയുള്ള ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു സാർവത്രിക നിയമം തന്നെയാണ്. അടുത്തത് ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത്, എല്ലാത്തിനും ഒരു കോസും ഉണ്ട്, ഒരു എഫക്റ്റും ഉണ്ട്. ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് അതെന്താണ് നമുക്ക് നോക്കിയാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന നിയമമാണ്. ഇതിനകത്ത് സയൻറ്റിഫിക് നിയമങ്ങളൊക്കെ പോലും ആണെങ്കിലും എല്ലാം വളരെ വിശദമായിട്ട് ഇതിനെ സയൻറ്റിഫിക് എവിഡൻസും കൂടെയുള്ള ഒരു നിയമം കൂടെയാണ് ദി ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. എല്ലാവർക്കും അറിയുന്നതാണ്. എവറി കോസ് ഹാസ് ആൻ എഫക്റ്റ്. എല്ലാത്തിനും ഒരു കാരണത്തിന് ഒരു എഫക്റ്റ് ഉണ്ടാവും. ആൻഡ് എവറി എഫക്റ്റ് ഹാസ് എ കോസ്. തിരിച്ചുവാ. അതാണ് ഈ നിയമം പറയുന്നത്. ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഇറ്റ്സ് എ 2-way പ്രോസസ്. അപ്പം അതുകൊണ്ട് ഇതും നമ്മൾ വളരെ ഇതിൻ്റെ പ്രിൻസിപ്പിളും ഒക്കെ നമ്മൾ അറിഞ്ഞ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ജീവിത രീതികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രസക്തിയുണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇതിൻ്റെ ഒരു ഡീപ്പർ ഇൻസൈറ്റ് നോക്കിയാൽ ദിസ് ലോ അണ്ടർസ്കോർ ദി ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാത്തിനും നമ്മളിൽ നിന്ന് തന്നെയാണ്, അല്ല നമ്മുടെ പ്രവർത്തികളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ ചിന്താഗതികളിൽ നിന്നോ. സോ യു ആർ അക്കൗണ്ടബിൾ ഫോർ ഓൾ യുവർ കോസസ്. അപ്പോൾ അതിനെയുണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ്. നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലനങ്ങളും പ്രതിഫലവും ഒക്കെയും ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് ഈസ് ഓൾസോ ഹാസ് ഇമ്പോർട്ടൻസ് ഇൻ അവർ ഓൺ ലൈഫ്. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നിയമം നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷനും ആക്ഷനും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. അതുകൊണ്ട് ആ നിയമത്തെയും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു ജീവിതം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ബെനിഫിറ്റിൽ അറിയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ പ്രാവർത്തികമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ടേക്ക് കൺസിസ്റ്റന്റ് പവർഫുൾ ആക്ഷൻസ് ടുവേർഡ് യുവർ ഗോൾസ്. നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. നോയിങ് ദാറ്റ് യുവർ എഫേർട്സ് വിൽ ഈൽഡ് റിസൾട്ട്സ്. അപ്പോൾ നമ്മളുടെ പ്രതിഫലം നമ്മൾ ഇച്ഛിച്ച് അല്ല നമ്മൾ പ്രവർത്തികളിൽ തുടർന്ന് എങ്കിലും നമ്മുടെ നിരന്തരമായ പ്രയത്നം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമ്മുടെ പ്രവർത്തികൾ അവസാനം നല്ല റിസൾട്ട് നൽകും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ പ്രവർത്തികളായിരിക്കാം, വാക്കുകളായിരിക്കാം, ചിന്തകളായിരിക്കാം. അപ്പോൾ അതിൻ്റെ പ്രതിഫലം ഇച്ഛിക്കാതെ തന്നെ നമ്മൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അടുത്ത നിയമം എന്താണ്? ഈ നിയമത്തെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദ ലോ ഓഫ് കറസ്പോണ്ടൻസ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ പോലെ അത്ര പ്രചാരം കിട്ടിയ ഒരു ലോ, യൂണിവേഴ്സൽ ലോയിൽപ്പെട്ട ഒന്നല്ല ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ഒരു നിർവചനം അതെന്താണെന്ന് നോക്കിയാൽ വാട്ട് ഇറ്റ് സേസ് ഈസ് ആസ് എബോവ് ആൻഡ് ബിലോ. നമ്മൾ താഴെ മേലെ എന്ന് പറയുന്ന പോലെ, ആസ് വിത്തിൻ ഉള്ളടക്കം എന്ന് പറയുന്ന പോലെ, സോ വിത്തൗട്ട് ആൻഡ് വിത്തിൻ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. സോ ദർ ഇസ് എ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ ലോസ് ഓഫ് നേച്ചർ ആൻഡ് ദ യൂണിവേഴ്സ്. അപ്പോൾ അതാണ് എല്ലാത്തിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കറസ്പോണ്ടൻസ്. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ലോക നിയമങ്ങളിൽ കൂടെ നടക്കുന്ന കാര്യത്തിനെല്ലാം ഇന്റേണലിയോ എക്സ്റ്റേണലോ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ കറസ്പോണ്ടൻസോ നടക്കുന്നുണ്ട്. അതിൽ കൂടെയാണ് അതിൻ്റെ റിസൾട്ടുകൾ എപ്പോഴും നമുക്ക് കാണാനും പറ്റുന്നത്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ ഒരു തിരിച്ചു നോട്ടം നടത്തിയാൽ ദിസ് ലോ ഹൈലൈറ്റ്സ് ദ ഫ്രാക്ചറൽ നേച്ചർ ഓഫ് ദ യൂണിവേഴ്സ് വെർ പാറ്റേൺസ് റിപ്പീറ്റ് അറ്റ് ഡിഫറെൻറ്റ് സ്കെയിൽസ്. അപ്പം നമുക്ക് കാണുന്ന എല്ലാ രൂപങ്ങളും പ്രതിഫലങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ ആ കാണുന്ന ഈ പാറ്റേൺസിൻ്റെ ഒരു റിപ്പീറ്റേഷൻ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. അത് ഈ ഇന്റേണൽ ലോ ഓഫ് കറസ്പോണ്ടൻസ് നടക്കുന്നതുകൊണ്ടാണ് എല്ലാം എപ്പോഴും ഒരേ
ഒരു പാറ്റേണിൽ കൂടെ, ഇപ്പൊ കാലചക്രങ്ങളെ നോക്കിയാലും എന്താണ് പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ നോക്കിയാലും അതിനൊരു പാറ്റേണും കാര്യങ്ങളും, അപ്പൊ അതെല്ലാം ഒരു കറസ്പോണ്ടൻസ് എന്ന രീതിയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടൻസിൽ കൂടെയാണ് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് കാണാൻ പറ്റുന്നത്. അതാണ് ദ ലോ ഓഫ് കറസ്പോണ്ടൻസ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് എന്ന് നോക്കിയാൽ, കൾട്ടിവേറ്റ് ഇന്നർ ഹാർമണി ആൻഡ് പോസിറ്റീവ് സെൽഫ് പെർസെപ്ഷൻ. നമ്മുടെ ധാരണകളൊക്കെ അങ്ങനെയായിരിക്കണം. എല്ലാം ഈ എല്ലാ നിയമങ്ങളും നോക്കി, യൂണിവേഴ്സൽ നിയമങ്ങളും പറയുന്നത് ഏതാണ്ട് ഒരേ കാര്യം തന്നെയല്ലേ. അപ്പോൾ പോസിറ്റിവിറ്റിയെ കുറിച്ചാണ് എല്ലാവരും കരുതുന്നത്. അപ്പോൾ അത് നമ്മുടെ ലൈഫിലൊക്കെ എങ്ങനെ ഒരു ഹാർമണിയസ് റിഫ്ലക്ഷൻസ് ഉണ്ടാക്കുന്നു, അതും നമ്മളെ എത്രത്തോളം നമ്മുടെ ജീവിത ഘട്ടങ്ങളിലൂടെയൊക്കെ നമുക്ക് വിജയങ്ങളിലെത്താനും, അപ്പോൾ ആ പ്രോസസ്സിൽ കൂടെ പോകാനായിട്ടുള്ള നിയമങ്ങളിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസും ആ രീതിയിൽ കൂടെ ഒക്കെ നമുക്ക് പോകണമെന്നുള്ള നിയമങ്ങൾ ഒക്കെയാണ് ഈ ലോ ഓഫ് കറസ്പോണ്ടൻസും പറയുന്നത്. അടുത്തതാണ്, ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ യൂണിവേഴ്സൽ നിയമങ്ങളിലെ പ്രാധാന്യം അർഹിക്കുന്നതാണെങ്കിലും ഞാൻ ചൂസ് ചെയ്തതിൽ കണ്ട വേറൊരു യൂണിവേഴ്സൽ നിയമമാണ്, സാർവത്രിക നിയമങ്ങളിൽ കണ്ടത് റിയാലിറ്റിയാണ്. ദ ലോ ഓഫ് റിയാലിറ്റി. ദി ലോ ഓഫ് റിയാലിറ്റി എന്താണെന്ന് നമ്മൾ നോക്കിയാൽ, എവറിത്തിങ് ഈസ് റിലേറ്റീവ് ആൻഡ് അവർ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ വ്യൂ പോയിന്റ് ആൻഡ് കോണ്ടെക്സ്റ്റ്. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ആ ബന്ധപ്പെട്ട് കിടക്കുന്നതിൻ്റെ നമ്മുടെ ധാരണയാണ്. ആൻഡ് അവർ പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അവർ വ്യൂ പോയിന്റ്. നമ്മളതിനെ എങ്ങനെ കാണുന്നു, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് കാണുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ലോ ഓഫ് റിയാലിറ്റി കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി അതിൻ്റെ ഇൻസൈറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, ദിസ് ലോ എൻകറേജസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപതി ബൈ റെക്കഗ്നൈസിങ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ കൂടെ അതിനെ ആ ഒരു എമ്പതി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ധാരണകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് അങ്ങനെ ഉള്ള ഒരു എമ്പതിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം നമുക്ക്. അപ്പോൾ ദ ലോ ഓഫ് റിയാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പരസ്പരം എല്ലാം നമ്മൾ കാണുന്നതിലൂടെ എല്ലാം കണക്റ്റഡ് ആയിട്ട് ആണെന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ലോ ഓഫ് റിയാലിറ്റിയിലെ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ ശരിക്കും പറഞ്ഞ ഒരു പ്രത്യേകത ഉള്ളതാണ്. ഇതിൻ്റെ നമുക്ക് പേഴ്സണൽ ഗോൾസ് ഒക്കെ ഉണ്ട് നമ്മുടെ റിയാലിറ്റിയിൽ വരണമെങ്കിൽ. നമ്മൾ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഗോളുകളെ നമ്മൾ സെറ്റ് ചെയ്യാവും ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ അല്ല ഗോളുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു പ്രോഗ്രസ് നമ്മൾ ഒറ്റയടിക്ക് ചിലപ്പോൾ അതിൻ്റെ ഫലങ്ങളൊക്കെ കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് നമ്മൾ നോക്കിയിട്ട് അത് മറ്റുള്ളവരുമായിട്ടൊന്നും ഒരു കമ്പയർ ചെയ്യാതെ നമ്മൾക്ക് അതിൽ കൂടെ എന്ത് കിട്ടി. ചിലർക്ക് നമ്മൾ നോക്കുമ്പോൾ ചിലർക്ക് എല്ലാ കാര്യങ്ങളിലും ഒക്കെ നമ്മളെക്കാളും ഒരു പക്ഷേ ഗുണങ്ങൾ കിട്ടിയിട്ടുള്ളവരാം. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസണ് പോകാതെ നമ്മൾ ആ കാര്യത്തിലുള്ള ഒരു ധാരണയിൽ കൂടെ നോക്കിയിട്ട് അതെങ്ങനെ യാഥാർത്ഥ്യമായി എന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും അതിനെക്കുറിച്ചുള്ള പ്രവർത്തികളും ഒക്കെ ലോ ഓഫ് റിയാലിറ്റിയിൽ പെടുന്നതാണ്. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ലോ ആണ് ദ ലോ ഓഫ് പൊളാരിറ്റി. എന്താണ് ലോ ഓഫ് പൊളാരിറ്റി? എവറിത്തിങ് ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ദീസ് ഓപ്പോസിറ്റ്സ് ആർ നെസസറി ഫോർ ബാലൻസ് ആൻഡ് ഹാർമണി. നമുക്കറിയാം, പകലും രാത്രി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിനും വ്യത്യസ്തമായിട്ടൊരു ഓപ്പോസിറ്റ് കാര്യമുണ്ട്. എങ്കിൽ മാത്രമേ ആ കാര്യത്തിൻ്റെ പരിപൂർണതയിലും ഹാർമണിയിലും ഒരു ബാലൻസും പ്രകൃതിയിൽ പോലും നിലനിർത്താൻ പറ്റുള്ളൂ. പൊളാരിറ്റി എന്ന് പറയാൻ അറിയാം, നമുക്കറിയാം നെഗറ്റീവും പല കാര്യങ്ങളും പൊളാരിറ്റി ചേർന്ന് ചിലപ്പം നെഗറ്റീവും പോസിറ്റീവായിട്ടൊക്കെ ആണെങ്കിലും അത് നമ്മുടെ സാർവിക ലോകത്തിലേക്കുള്ള പല കാര്യങ്ങൾക്കും പിന്നെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതാണ് ലോ ഓഫ് പൊളാരിറ്റി പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ എന്താണെന്ന് ചോദിച്ചാൽ, ദിസ് ലോ എംഫസൈസ് ദി ഡ്യുവാലിറ്റി. ഈ ദ്വൈതം എന്ന് പറയുന്നത് എല്ലാത്തിലും ഉള്ള പോലെ തന്നെയാണ്. ഡ്യുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് വേർ കോൺട്രാസ്റ്റിംഗ് എലമെന്റ്സ് കോ എക്സിസ്റ്റ് ആൻഡ് ഡിഫൈൻ ഈച്ച് അതർ. അപ്പോൾ നമുക്ക് പരസ്പരം വ്യത്യസ്തമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും ഒരു ഐക്യത ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അതാണ് ഡ്യുവാലിറ്റി ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എംബ്രേസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആസ് എസെൻഷ്യൽ പാർട്സ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ നമുക്ക് പോസിറ്റിവിറ്റി മാത്രം പോരാ, ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങളെ അല്ലെ ഉയർച്ച താഴ്ചകളൊക്കെയും അത് സാർവത്രികമാണെന്ന് കരുതി നമ്മുടെ ഒരുപക്ഷെ നമ്മളുടെ ഉന്നമനത്തിന് തന്നെ അത് വഴിവെക്കുക എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ആ ലോ ഓഫ് പൊളാരിറ്റിയിലെ കൂടെ നമുക്ക് ആ കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അതാണ് ഇത് പറയുന്നത്, എംബ്രേസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആസ് എസെൻഷ്യൽ പാർട്സ് ഓഫ് ഗ്രോത്ത്, ലേണിംഗ് ഫ്രം ചലഞ്ചസ് ആൻഡ് അപ്രിഷിയേറ്റിംഗ് ദ സക്സസ്. നമ്മളെല്ലാം ജീവിതം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം ചലഞ്ചിങ് ആണ്, എല്ലാം ചലഞ്ചസിൽ കൂടാണ് എല്ലാവരും ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ചലഞ്ചുകളെയൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാനും ഒക്കെ ആണെങ്കിലും, അപ്പോൾ അതാണ് നെഗറ്റിവിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ലോയും ഹൈയും എന്നൊക്കെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലൊക്കെയുള്ള പേജിൽ കൂടി നമുക്കൊക്കെ മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ലോയെക്കുറിച്ചുള്ള അറിവിൽ കൂടി നമുക്ക് സാധിക്കാൻ അതിനെക്കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് തീർച്ചയായിട്ടും ദ ലോ ഓഫ് പൊളാരിറ്റിയിൽ കൂടെ നമുക്ക് കിട്ടും. ഇനി അടുത്താണ് ലോ ഓഫ് ആക്ഷൻ, കർമ്മ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ നമ്മുടെ ജീവിത ഉദ്ദേശങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളതിന് ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഒരു ആഗ്രഹം മനസ്സിൽ കിടന്നതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ വി ഹാവ് ടു ടേക്ക് നെസസറി ആക്ഷൻസ് ഓൺ നെസസറി ടൈം. അതാണ് ഈ നിയമം പഠിപ്പിക്കുന്നത്, ദ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മുടെ പ്രവർത്തികൾക്ക് അതിൻ്റേതായ സമയത്ത് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വകതിരിവോടും ബോധത്തോടും കൂടി നമ്മൾ അർപ്പിച്ചിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക. ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ദി മാനിഫെസ്റ്റേഷൻ. ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സിംപ്ലി തിങ്ക് പോസിറ്റീവ്ലി. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വൺ മസ്റ്റ് ഓൾസോ ആക്ട്. നമ്മൾ ആ കാര്യത്തെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തികളാണോ അല്ലെങ്കിൽ ശ്രമങ്ങളാണോ വേണ്ടത് അതെടുത്തെങ്കിൽ മാത്രമേ അതിൻ്റെ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണ്? ഇൻസ്പയർഡ് ആക്ഷൻസ് ആർ സ്റ്റെപ്സ് ടേക്കൺ വിത്ത് എന്തൂസിയാസം ആൻഡ് അലൈൻമെന്റ് വിത്ത് വൺസ് ഗോൾസ് ആൻഡ് ഡിസൈർസ്. അപ്പോൾ ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഓരോ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. എങ്ങനെ നമുക്ക് ആകാംക്ഷ വേണം അതിനകത്ത്. അപ്പോൾ അത് നമ്മുടെ ഗോളുകളുമായിട്ടൊക്കെ അലൈൻ ചേർന്ന തരത്തിലുള്ള ഡിസൈറുകളുമായിട്ടൊക്കെ ചേർന്നുള്ള ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നമുക്ക് റിസൾട്ട് നേടാനായിട്ട് സാധിക്കും. അടുത്തത് ഹൗ യു ക്യാൻ മാനിഫെസ്റ്റ് ഇറ്റ് ഈസ് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. നമുക്ക് എല്ലാവർക്കും എന്താണ്, ആ ഇൻറ്റ്യൂഷനിൽ കൂടെയാണ് ലൈഫിലെ പല കാര്യങ്ങളും എപ്പോഴും നമുക്ക് സാധ്യമാകുന്നത്. ആൻഡ് ടേക്ക് പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം എപ്പോഴും ചിന്തിച്ച് അല്ലെങ്കിൽ മുൻഗണന കൊടുത്ത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറ് ഉണ്ടെന്ന് പറയേണ്ട. അതാണ് പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് എന്ന് പറയാം. ടുവേർഡ്സ് യുവർ ഗോൾ. നമ്മൾ എന്താണോ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിലൊക്കെയുള്ളൊരു മുൻകരുതലുകൾ എടുക്കുക, പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് എടുക്കണം. ക്രിയേറ്റിംഗ് മൊമെൻറ്റം ആൻഡ് അട്രാക്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ നമ്മൾ അതിൻ്റെ റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് ഫാക്ടറുകളൊക്കെ കണക്കിലെടുത്ത് അതിനെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ വേണ്ട തരത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗോളുകളിലൊന്നും എത്താനായിട്ട് പറ്റത്തില്ല. അതിൻ്റെതായിട്ടുള്ള റിസ്കുകളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അത് നമ്മൾ എടുത്ത് അതിൻ്റെ വരവരാഴികളെക്കുറിച്ചൊക്കെ അറിയുന്ന അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട പ്രവർത്തികളൊക്കെയാണ് ദി ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ എല്ലാത്തിനും വേണ്ട നമ്മുടെ പ്രാവർത്തികമായ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇനിയിപ്പോൾ എന്ത് കാര്യങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ സൈഡ് എന്താണെന്നതിനെ കുറിച്ച് ഞാൻ നടത്തിയ കുറേ കാര്യങ്ങൾ പഠനങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കിയതിൽ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് ഇവിടെ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറയാം. നമ്പർ 1, നമ്മൾ ഒരു സെറ്റ് ക്ലിയർ ഇൻറ്റൻഷൻസ്. നമ്മുടെ ഇൻറ്റൻഷൻസ് നമ്മൾ ആദ്യമായിട്ട് വളരെ വ്യക്തതയോട് തന്നെ അത് നമ്മൾ സെറ്റ് ചെയ്യണം. ഡിഫൈൻ യുവർ ഗോൾസ് ആൻഡ് ഡിസൈർസ് വിത്ത് എ ക്ലാരിറ്റി. അപ്പോൾ വ്യക്തതയില്ലാത്ത
ഗോളുകൾ അല്ലെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് ഒരു വ്യക്തതയും ഇല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടപ്പിലാക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടായിരിക്കണം നമ്മളത്, ആ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. നമ്പർ 2, നമ്മൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു വിഷ്വലൈസ് ഇറ്റ്. റെഗുലർലി ഇമാജിൻ യുവർ ഗോൾസ് ആസ് ഓൾറെഡി അച്ചീവ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് എപ്പോഴും പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ചും ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ ഒക്കെ നമ്മൾ കൂടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിലാണോ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത് ആ കാര്യം നമ്മളിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലെ എത്തുമെന്നല്ല. എല്ലാ മാനിഫെസ്റ്റേഷനും നോക്കിയിരിക്കുക അത് പ്രസന്റ് ടെൻസിലായിരിക്കും പറയുന്നത്. നമ്മൾ അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ട്, അല്ലെങ്കിൽ ഞാനത് അനുഭവിക്കുന്നു. സന്തോഷമാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്നു, പണമാണെങ്കിൽ അനുഭവിക്കുന്നു. അല്ല അതിനെ ഒരു ഫ്യൂച്ചറിലേക്ക് ഞാൻ അട്രാക്ട് ചെയ്ത് വരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്തില്ല. പലരും ഈ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ ഒക്കെ പലരും പല കാര്യങ്ങളും സാധ്യമാക്കിയിരിക്കുന്നത് അവർക്ക് അങ്ങനൊരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. സോ ദേ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി അച്ചീവ്ഡ്, ഇറ്റ് ഈസ് വിത്ത് ദം. സോ അപ്പോൾ അത് നമ്മളിൽ എത്തും എന്നുള്ളതിനെ കുറിച്ച് അങ്ങനെ എന്താണ് റെഗുലർലി നമ്മൾ ഇമാജിൻ ചെയ്ത് അതൊരു ദിവസം റിയാലിറ്റിയിൽ എത്തുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. സോ വി ഹാവ് ടു ഹാവ് എ റെഗുലർ ഇമാജിനേഷൻ വാട്ട് യു ഹാവ് കോൺസെൻട്രേറ്റഡ് ആസ് അവർ ഗോൾസ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് അഫർമേഷൻസ്. അപ്പോൾ യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് ടു റീഇൻഫോഴ്സ് യുവർ ഇൻറ്റൻഷൻ. നമ്മൾ എന്ത് ഇൻറ്റൻഷൻസ് ആണോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇൻറ്റൻഷൻസ് എല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് നിരന്തരമായ പോസിറ്റീവ് അഫർമേഷൻസ് മാത്രം നമ്മൾ എപ്പോഴും അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ചെറുതും വലുതുമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിനേക്കാളും നമുക്ക് ഉള്ളതിൽ നമ്മൾ നന്ദി പറയുന്നു. സോ കൾട്ടിവേറ്റ് എ സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ വാട്ട് യു ഹാവ് ഓൾറെഡി ഹാവ്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ നമുക്ക് മറ്റുള്ള ഒരു തരത്തിലല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാണ്ട് എന്തുണ്ടോ അതിൽ നമ്മൾ സന്തോഷം അല്ലെങ്കിൽ അതോട് ഒരു തൃപ്തി നമ്മൾ പ്രകടിപ്പിക്കുന്നു. അതാണ് അതിന് നമ്മൾ നന്ദിയോട് പ്രപഞ്ചത്തോടും ഒക്കെ നമ്മൾ അഫർമേഷൻസ് പറയുന്നു. വാട്ട് യു ഹാവ് ഓൾറെഡി ഈസ് എ ഗിഫ്റ്റ് ഫോർ അസ്. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ പ്രകൃതി നിയമങ്ങളൊക്കെ ഉള്ള എല്ലാത്തിനും നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് പ്രാവർത്തികമാകുന്നത് ഇതിൽ കൂടെ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ടേക്ക് ആക്ഷൻ, കൺസിസ്റ്റൻ്റ്ലി വർക്ക് ടുവേർഡ് യുവർ ഗോൾസ് വിത്ത് ഇൻസ്പയർഡ് ആക്ഷൻ ചെയ്യണം. ഇപ്പോൾ നേരത്തെ ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടതാണ് വി ഹാവ് ടു ഹാവ് എ കൺസിസ്റ്റന്റ് ആക്ഷൻസ് അൺടിൽ വി ഇംപ്ലിമെന്റ്, അൺടിൽ വി സക്സീഡ്, അൺടിൽ വി റിസീവ് അവർ ഗോൾസ്. അപ്പോൾ അതാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നതിനകത്തും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തതാണ് റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ് എന്ന് പറയും. എന്താണ് റിഫ്ലക്റ്റ് ആൻഡ് അഡ്ജസ്റ്റ്? റെഗുലർലി റിവ്യൂ യുവർ പ്രോഗ്രസ് ആൻഡ് അഡ്ജസ്റ്റ് യുവർ ആക്ഷൻസ് ആസ് നീഡഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി നമ്മൾ നിരന്തരമായ ഒരു റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എവിടെയാണ്, വാട്ട് യു ആർ നാവ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മുടെ പ്രോഗ്രസ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾക്ക് അതിനകത്ത് ഫോൾസൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എങ്കിലും നമ്മൾ ആ പ്രോഗ്രസ്സിനെ വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുകയും ചെയ്യണം. ആൻഡ് അഡ്ജസ്റ്റ് യുവർ ആക്ഷൻ. അപ്പോൾ എവിടെയൊക്കെയാണ് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടത് അതിൽ കൂടെ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന എല്ലാ നിയമങ്ങളിൽ കൂടെ ഒന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞുള്ള കുറേ പ്രാക്ടിക്കൽ സ്റ്റെപ്സ് വരുമ്പോഴാണ് അതിന് കൂടുതൽ വ്യക്തത വരുന്നത്, നമുക്കത് പ്രാവർത്തികമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഫ്യൂ സ്റ്റെപ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തതെന്നേ ഉള്ളൂ. അപ്പം ഇത്രയും നേരവും സാർവത്രിക നിയമങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള നിയമങ്ങൾ കണ്ടു. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തുള്ളൂ. ഇനി എന്തോരം നിയമങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള സാർവത്രിക നിയമങ്ങൾ നമ്മൾ അറിയാനിരിക്കുന്നു. നമ്മളുടെ അറിവിൻ്റെ അപ്പുറത്തേക്കും നമ്മുടെ ഒരു ബോധതലത്തിലേക്കോ അപ്പുറത്തേക്കൊക്കെയുള്ള
ഒരുപാട് പ്രാപഞ്ചിക നിയമങ്ങളുണ്ട്. അതിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന ഒരു പക്ഷേ ഈ പറയുന്ന ചുരുക്കം നമ്മൾ അത്യാവശ്യം വേണ്ട ഈ നിയമങ്ങളും കൂടെ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ കോംപ്ലിക്കേറ്റഡ് ലൈഫിൽ നമുക്കൊക്കെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്താനും നമുക്ക് പ്രപഞ്ചം എന്നുള്ളതൊരു നിത്യസത്യം തന്നെയാണ്. അതിനെ മറച്ചു വെച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒന്നും ഇല്ലാതെ നമ്മളാരും നിലനിൽക്കുന്നില്ല. നമ്മളും ആ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പാർട്ടാണല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മളൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു അംശത്തിൽ കൂടെ നമ്മളൊക്കെ ദൈവികത്വം എന്ന് പറയുന്നു. അതെല്ലാം നിലനിൽപ്പാണ്. അതൊരു കോ എക്സിസ്റ്റൻസ് ആണ്. അതൊക്കെയാണ് നമ്മൾ മനുഷ്യ ജീവിതത്തിൽ കൂടെയൊക്കെയും ഈ ജീവിതത്തിൽ കൂടെയൊക്കെ ഒരു ബ്ലിസ്സായിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിനെ മറന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സൽ നിയമങ്ങളെ മറികടന്ന് നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു 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 ശക്തി ഉണ്ടോ എന്ന് ഇപ്പോഴും ചോദ്യമാണ്. മനുഷ്യന് ഏത് തലം വരെ പോകാവുന്നു, മനുഷ്യൻ്റെ കഴിവുകൾ എവിടെയൊക്കെ വരെ അതിനേക്കുള്ള ലിമിറ്റേഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒന്നും അഫക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനിൽ എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സൽ ലോസ് ആർ ദ ഹിഡൻ അജൻഡാസ്. അതാണ് ഇതെല്ലാം നിയമങ്ങളുണ്ട്, ബട്ട് ഓൾ ആർ ദ അജൻഡാസ്. ഇറ്റ് ഇസ് ഹിഡൻ സംവെയർ. ഓക്കെ, ദ യൂണിവേഴ്സൽ ലോസ് ആർ ദി ഹിഡൻ അജൻഡാസ് ദാറ്റ് ഗവേൺ ദ ബിഹേവിയർ ഓഫ് ഓൾ മാറ്റർ ആൻഡ് എനർജി ഇൻ ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മാറ്ററുകളെയും വസ്തുക്കളെയും എനർജികളെയും ഒക്കെ ഗവേൺ ചെയ്യുന്നത് ഈ നിയമങ്ങളാണ്. അതാണ് എൻ്റെ കൺക്ലൂഷൻ. നമ്മൾ അതുകൊണ്ട് പ്രാപഞ്ചിക നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ്, ബോധം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമാണ്. ഇതാണ് ഈ എനർജി എന്ന് പറയുന്നത് തന്നെയാണ് എല്ലായിടത്തും നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് തീർച്ചയായിട്ടും വേണം. അത് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നമ്മൾ അറിയാനുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒരു അവയർനെസ് അതിനകത്തൊക്കെ ഉണ്ടാവും. അടുത്തൊരു പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അലൈനിങ് വിത്ത് ദീസ് പ്രിൻസിപ്പിൾ. ഞാൻ എല്ലാ ഈ യൂണിവേഴ്സൽ നിയമങ്ങളുടെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. സോ ബൈ അണ്ടർസ്റ്റാൻഡ് അവയെക്കുറിച്ച് മനസ്സിലാക്കണം. ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അലൈനിങ് വിത്ത് ദീസ് പ്രിൻസിപ്പിൾ വി ക്യാൻ ഹാർനസ് ദർ പവർ. അതാണ് എൻ്റെ. അപ്പോൾ ഈ യൂണിവേഴ്സൽ നിയമങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം, അല്ലെ അത് എങ്ങനെ നമുക്ക് അലൈൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർനസ് ദർ പവർ ടു മാനിഫെസ്റ്റ് അവർ ഡിസയേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരു ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഡിസയറുകളൊക്കെ എങ്ങനെ ഹാർനസ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ കുറച്ചുകൂടെ പ്രതിഫലിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അതിൽ കൂടെ നമുക്കൊരു ബാലൻസ് ലൈഫിൽ കിട്ടും. നമ്മളുടെ പല കാര്യങ്ങളും ഫുൾഫിൽമെൻറ്റിൽ എത്താനും അതൊക്കെ നമ്മുടെ ജീവിതത്തെ അതൊക്കെ വളരെ നമുക്ക് ജീവിതത്തെ നയിക്കാനും ഒക്കെ ആയിട്ടുള്ള എല്ലാം നമുക്ക് ഈ നിയമങ്ങളിൽ കൂടെ പഠനങ്ങളിൽ കൂടെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അവസാനത്തേതായിട്ട് ഞാൻ പറയുന്ന ഒരു കൺക്ലൂഷൻ, ലെറ്റ് us കണ്ടിന്യൂ ടു എക്സ്പ്ലോർ ആൻഡ് റെസ്പെക്ട് ദീസ് യൂണിവേഴ്സൽ ലോസ്. അപ്പം നമ്മൾ ഈ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അത് കൂടുതൽ കണ്ടുപിടിക്കണം. എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നമ്മൾ വെറുതെ ഒന്ന് എത്തി നോക്കുകയല്ല, അതിനെക്കുറിച്ചുള്ള സാധ്യതകൾ എന്തെല്ലാം ഉണ്ട്. സോ വി ഹാവ് ടു എക്സ്പ്ലോർ ആൻഡ് റെസ്പെക്ട് ദീസ് യൂണിവേഴ്സൽ ലോസ് ആസ് ദേ ഗൈഡ് us ടുവേർഡ്സ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മളെ അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് തീർച്ചയായിട്ടും നയിക്കും. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവും. അണ്ടർസ്റ്റാൻഡിങ് അവർ പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ് ആൻഡ് ബൗണ്ട്ലെസ് പൊട്ടൻഷ്യൽ വിത്ത് us. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ എനർജി ഉള്ളതെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടും. പലപ്പോഴും നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ കൂടെയൊക്കെയുള്ള യാത്രയിൽ വരുമ്പോൾ ശരിക്കും നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ പവറിനെ കുറിച്ച് പലർക്കും അത്ര ധാരണ കാണില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ മനുഷ്യനെയൊക്കെ കുറിച്ചൊക്കെ പഠിക്കുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും ലൗകികമായ ഈ ജീവിതത്തിലുണ്ടാകുന്ന അട്രാക്ഷൻസിൻ്റെ പുറകെയാണ് എല്ലാവരും നമ്മളൊക്കെ അട്രാക്റ്റഡ് ആയിരിക്കുന്നത്. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊക്കെയുള്ള ഒരു എക്സിസ്റ്റൻസ് ഈ കാര്യത്തിൽ കൂടെയാണ്.
അപ്പം നമുക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലൊക്കെ നയിക്കുന്നതും ഈ സാർവത്രിക നിയമങ്ങൾ നമ്മളെ ഒരുപക്ഷെ എത്രമാത്രം സഹായിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു എത്തിനോട്ടമായിട്ട് ഞാൻ ഇത്രയും നേരം നടത്തിയത്. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഇതിനും അപ്പുറം നമുക്കൊക്കെ അറിയാവുന്നതും അറിയാൻ വയ്യാത്തതുമായ എത്രയോ കാര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടവും അത് നമ്മളെയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമുക്ക് അതൊക്കെ എങ്ങനെ സ്വായത്തമാക്കാമെന്നും ഉള്ളൊരു ബോധം, ഒരു അവയർനെസ് കൊണ്ടുവരുമെന്ന് മാത്രമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇന്നത്തെ ഈ ചെറിയ സെഷനിൽ കൂടെ നമ്മൾ നടത്തിയത്. എന്നെ ഇത്രയും നേരം കേട്ടിരിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്ത ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. 2025 എന്ന് പറയുന്ന വർഷം എല്ലാ തരത്തിലും എല്ലാവർക്കും ശോഭനകരമായിരിക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്മകളൊക്കെ നേർന്നുകൊണ്ട് എൻ്റെ ചെറിയ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. കേൾക്കാവോ? കേൾക്കാം സാർ. ഓക്കെ. അപ്പം ഈ വർഷത്തിന്റെ അവസാനത്തിൽ യൂണിവേഴ്സൽ ലോ നമുക്ക് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ പോലും നമ്മളെപ്പോഴും നിയന്ത്രിക്കുന്ന ആ ലോസ് വളരെ കൃത്യമായി നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്കെ സാർ. ബിനോയ് സാർ പറയൂ. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയാണ്. ഓക്കെ. എന്തായാലും മനോജ് സാറിന്റെ ഈ ഒരു ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ പ്രസന്റേഷൻ. എൻ്റെ ബുക്ക് വായിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള പോയിന്റ്സ് സെലക്ട് ചെയ്യുന്നതിലുള്ള വൈദഗ്ധ്യം, ഒരു എന്താ പറയാ, എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്തു പറയുന്ന ഒരാൾക്കാരാണ് പൊതുവെ. അത് ഇറ്റ് മേക്ക് സം സെൻസ്. കറക്റ്റ് ആണ്. ഒരുപാട് യൂണിവേഴ്സൽ ലോസ് ഉണ്ട്. ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതെല്ലാം തന്നെ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിവൈൻ വൺനെസ്. അത് സെലക്ട് ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു മനോജ് സാർ. വെരി ഗുഡ്. അതുപോലെ തന്നെ ദ ലോ ഓഫ് പൊളാരിറ്റി, ദ ലോ ഓഫ് വൈബ്രേഷൻ, ഇങ്ങനെയുള്ള അനേകം പ്രപഞ്ച നിയമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു PowerPoint പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ്. വളരെ സന്തോഷം തോന്നി. കാര്യം സാറ് എൻ്റെ ഒരു കോഴ്സ് ചെയ്ത ഒരാളാണെങ്കിൽ പോലും ഒരു കമ്പനിയെ നയിക്കുന്ന ഒരാളും കൂടിയാണ്. വളരെയധികം മനസ്സിലാക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഒറ്റ വാചകത്തിൽ പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനുണ്ട്, നിക്കോള ടെസ്ല. അദ്ദേഹം പറഞ്ഞത്, ഇഫ് യു വാണ്ട് ടു അൺലീഷ് ദി സീക്രട്സ് ഓഫ് ദി യൂണിവേഴ്സ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് എനർജി, ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എന്നാണ്. ഈ 3 കാര്യങ്ങളാണ്: എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. ഇതില് ഞങ്ങൾ എനർജി ഹീലേഴ്സ് ഒക്കെ പറയുമ്പോൾ പലരും സയന്റിഫിക് ആയിട്ട് ചിന്തിച്ചിട്ട് ഇതിലൊന്നും അർത്ഥമില്ല എന്ന് പറയും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദ ലോ ഓഫ് എനർജി. ഈ എനർജിയിലാണ് എല്ലാം ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഉപനിഷത്തുകൾ എടുത്ത് പഠിച്ചാൽ പോലും വിശ്വാസി ഉപനിഷത്തില് ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവസാനം ചെന്ന് നിൽക്കുന്നത് ഊർജത്തിന്റെ നിയമത്തിലാണ്. നമ്മളെല്ലാവരും ഊർജ നിബിഡമായിട്ടുള്ള മനുഷ്യജന്മം ലഭിച്ച മനുഷ്യജീവികളാണ്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ യൂണിവേഴ്സൽ ലോസ് അനുസരിച്ചാൽ മാത്രമേ നാം വിജയിക്കൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കർമ്മ നിയമമാണ് ദ ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. കർമ്മ നിയമമാണ്. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അത് അനുഭവിച്ചേ മതിയാവും. അത് ഉറപ്പാണ്. നന്മ ചെയ്താൽ അത്, തിന്മ ചെയ്താൽ അത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോകം പണ്ടേ നന്നായി പോയാൽ യുദ്ധങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എല്ലാ മനുഷ്യർക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു കോൺഷ്യസ്നെസ് ലെവൽ അല്ലെങ്കിൽ ഒരു ബോധാവസ്ഥ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിവേ, ഇതെല്ലാം തന്നെ വളരെ സെലക്റ്റീവായിട്ട് എൻ്റെ ബുക്ക് വായിച്ച ഒരാളാണെന്ന് വളരെയധികം ബോധ്യമാകുന്നുണ്ട്. കാരണം അത് ഇതുപോലെ ശ്രദ്ധാപൂർവം ഓരോ പോയിന്റും എടുത്ത് പഠിച്ച വേറെ വ്യക്തിയുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇവൻ മോഹൻജി പോലും ഈ ബുക്കിനെ പ്രകീർത്തിക്കുകയുണ്ടായി അത് ഇറങ്ങിയ സമയത്ത് 2002.
സോറി 2022 ജൂലൈയിലായിരുന്നു, ജൂലൈ ലാസ്റ്റിലായിരുന്നു ഇത് പബ്ലിഷ് ചെയ്തത്. എനിവേ അത് ഒരുപാട് പേരൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നിങ്ങൾ പറ്റുമെങ്കിൽ എടുത്ത് വായിക്കുക. എൻ്റെ ബുക്കായതുകൊണ്ട് ഞാൻ പറയുകയല്ല, ജീവിതത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കാൻ കാരണം. ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാം. ഈ പുസ്തകത്തിന്റെ തർജ്ജമ, മലയാളം തർജ്ജമ ട്രാൻസ്ലേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് മലയാളത്തിൽ വായിക്കാനുള്ള ഒരു അനുഭവം നിങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിന് പ്രപഞ്ചനാഥന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കൂടെ ഉണ്ടാവണം. എനിവേ, ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്രസന്റേഷൻ, മനോജ് കുമാർ സർ. ഐ റിയലി അപ്രീഷിയേറ്റ് യു ഫോർ making this presentation. You took actually you have done the homework. അത് കാണുമ്പോൾ അറിയാം. വെരി ഗുഡ് പ്രസന്റേഷൻ. എനിവേ, ഇന്ന് എനിക്ക് തോന്നുന്നു ഈ വർഷാന്ത്യമാണല്ലോ, അപ്പൊ ആളുകളൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡിലായിരിക്കും. അതുകൊണ്ടായിരിക്കും പോലെ സൂം പ്ലാറ്റ്ഫോമിലൊന്നും വന്നിരിക്കാനായിട്ട് ആളുകൾ കുറവെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആൾക്കാർ വരേണ്ടതായിരുന്നു. എനിവേ, ചെറിയൊരാൾക്ക് കുറച്ചൊരു കാഴ്ചക്കാരാണെങ്കിൽ പോലും അവരിലേക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ച ചാരിതാർത്ഥ്യം സാറിന് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും ഗോഡ് ബ്ലസ് യു. ഇനിയും സാറിന്റെ ജീവിതത്തിൽ ഈ യൂണിവേഴ്സൽ ലോസ്, ഈ പ്രാപഞ്ചിക നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തിയാണ്. ഓക്കെ, ശബു സർ. താങ്ക് യു സാർ. ജോഷി സാർ. എല്ലാവർക്കും നമസ്കാരം. മനോജ് സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വിശേഷിച്ച് ഒരു വർഷം തീരാൻ പോകുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ അവസാന തിങ്കളാഴ്ച ക്ലാസിന്റെ അവസാനത്തെ ദിവസം, നാളെ ഒരു ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കുന്നു ഈ ആണ്ട് തീരുവാൻ. എല്ലാവരും നിരവധിയായ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഈ കടന്നു പോകുന്ന വർഷത്തിലെ പാളിച്ചകൾ കണ്ടെത്താനും ഒക്കെ ഒരുപറ്റം ആളുകൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ. ഇവിടെ നമ്മൾ കേട്ട ക്ലാസ്സും അതുമായി വളരെയേറെ ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർ വർഷത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ നമ്മൾ ഏത് തരത്തിലാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത്, എങ്ങനെയാണ് നേടാൻ നാളിതുവരെ നടക്കാതെ പോയത് ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എന്നതിനുള്ള ഒരു നല്ല ടൂളായിട്ട് ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ പൊതുവായി വിലയിരുത്തുന്നത്. ഓരോ ലോയെ കുറിച്ചൊന്നും എടുത്ത് പ്രസ്താവിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്തായാലും മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കണം, ഒരു പ്രതീക്ഷയിൽ ജീവിക്കണം. ഇതാണ് സാമൂഹ്യ സ്നേഹികൾക്ക് പകരാനായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ അർത്ഥത്തിൽ സാറിന്റെ ഇന്നത്തെ ദിനം ഏറെ ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ പ്ലാറ്റ്ഫോമിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾ സാബു സാറിനെ അഭിനന്ദിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു സാർ. ജോർജ് സാർ. ഓമന ടീച്ചർ. ഓക്കെ, വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. വിനോദ് സാർ, എങ്ങനെയുണ്ട് പുതിയ വർഷം? സാറേ, ഞാൻ മുഴുവൻ ക്ലാസ്സും കേട്ടായിരുന്നു. ഒത്തിരി ടേക്ക് അവേസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതൊന്നും ഞാനെങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനു മുന്നേ തന്നെ
അല്ലെങ്കിൽ അതല്ലാതെ തന്നെ എനിക്ക് എൻ്റെ ലൈഫ് നോക്കിയാൽ ഞാൻ അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന് എനിക്ക് എൻ്റെ ഒരു ചിന്ത അവസാനം പോയി നിൽക്കുന്നത്, ഞാൻ എപ്പോഴും പോസിറ്റീവാണ്. പിന്നെ അങ്ങനെ ഒരു ഗ്രഡ്ജൊന്നും വെക്കാറില്ല. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിന് ഒരുപാട് ഈ ഗ്രഡ്ജ് വെക്കലും അല്ലെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഗ്രഡ്ജ് അങ്ങനെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് നമ്മുടെ മനസ്സിന് കട്ടി കൂടുകയും കനം കൂടുകയും ഒക്കെ ചെയ്യുക ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഇല്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പം ഐ വിൽ സോൾവ് ഇറ്റ്, അല്ലെങ്കിൽ കുറേ സഹിക്കും. സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാവും, വേറെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ. അപ്പം കുറേ സഹിക്കും. അത് കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ ഒരു ഗ്രഡ്ജില്ല. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടി തന്നെ നടക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ഒരു ഉപകാരം ചെയ്യാനൊന്നും എനിക്ക് മടിയില്ല. ചിലപ്പോൾ കൂടിപ്പോയാലേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഒരു സാറി പറയുന്ന എല്ലാ കണക്ഷനും യൂണിവേഴ്സുമായിട്ട് എല്ലാ കണക്ഷനും അവിടെ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മളുടെ മെൻറ്റാലിറ്റി നെഗറ്റീവ് ആകാതിരിക്കുകയും വി ഹാവ് ടു ഡൂ ദ റൈറ്റ് തിങ് ഈവൺ ഇഫ് നോബഡി ഈസ് വാച്ചിങ്. അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് നിർബന്ധ ബുദ്ധികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ വിചാരിക്കുന്ന ഒരുമാതിരി ഇങ്ങനെ ഇത്രയും കഠിനമായിട്ടൊന്നും ആലോചിച്ചില്ലേലും അത്യാവശ്യം കിട്ടിയാൽ കൊള്ളായിരുന്നു വിചാരിച്ചത് പോലും കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറാണ്. അതൊക്കെ ഞാൻ എപ്പോഴും എന്നും തന്നെ ആലോചിക്കും, ഞാൻ എങ്ങനെ അവിടെ ആയി. അപ്പോൾ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലാത്ത ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്. അത് ഇപ്പോൾ വയനാട് ജില്ലയിൽ വേറെ അധ്യാപകരൊന്നും അങ്ങനെ ഇരുന്നിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം അങ്ങനെ ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായി റൈറ്റായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ ബാക്കിയെല്ലാം അങ്ങനെ അങ്ങ് നടന്നോളും. ആ റൈറ്റായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് പാകപ്പെടുത്തേണ്ടതുണ്ട്, വളരെ പാകപ്പെടുത്തേണ്ടതുണ്ട്. ചിലർക്ക് ജന്മനാ ഒരു റൈറ്റായിട്ട് ജീവിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും, ചിലർക്കത് ഉണ്ടാവില്ലാത്തവർ ആണ് ഒത്തിരി പാകപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പം ഈ എയർ എൻഡ് ആയില്ല, നാളെയും കൂടെ ഉണ്ടല്ലോ. അപ്പം നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് ഈ വഴിക്ക് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് യൂണിവേഴ്സിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക എന്നുള്ളത്. അതാണ് അതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള കാര്യം. യൂണിവേഴ്സിനെ നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പറ്റണം. ഇപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ പിന്നെ എന്താ പറയുക, അവർ ചെയ്തില്ല എന്ന് നമ്മൾ പറയും, പക്ഷെ നമ്മൾ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ചെയ്യുമില്ല. അങ്ങനെയാണ് ഞാൻ മുക്കാലും ആളുകളുടെ പരിപാടി കാണുന്നത്. അപ്പം താങ്ക് യു സർ, നല്ലൊരു ക്ലാസ് എടുത്തതിന് നന്ദി, പ്ലാറ്റ്ഫോം ഒരുക്കിയതിന് സാബു സാറിനും നന്ദി. താങ്ക് യു സാർ. താങ്ക് യു മാം. ഓക്കെ, ജോർജ് സാർ. താങ്ക് യു സാർ. ഹായ് മനോജ് സാറേ, കൺഗ്രാജുലേഷൻ. പ്രത്യേകിച്ച് ബിനോയ് സാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തെ കുറിച്ച് ഇത്ര ആധികാരികമായി പറയുക, അതും നല്ല വെൽ സ്റ്റഡീഡ് ആണ് സാറ്. മനോജ് സാറേ, ഇത് വളരെ ഗാംഭീര്യമേറിയ വിഷയം ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ ഇങ്ങനെ അവതരിപ്പിച്ചു. അത് വളരെ പ്രസക്തമാണ് കാലികമായിട്ട്. ഈ എഴുതപ്പെട്ട നിയമങ്ങളോടെ മനുഷ്യൻ നിർബന്ധമായും അത് പാലിക്കപ്പെടണമെന്ന് ഈ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങൾ ഒരുതരം മോറൽ ടീച്ചിങ് പോലെയാണ്, അതിന് വലിയ വിലയൊന്നുമില്ല. പിന്നെ എങ്കിലും നമ്മൾ സൂക്ഷിക്കുന്ന ആ വാല്യൂ സിസ്റ്റം കൊണ്ട് നമ്മുടെ അകത്തിരുന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. ശരിയല്ലോ ജോർജ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. ഇതൊക്കെ വന്ന് കൂടുന്നത് നമ്മളുടെ ഇന്നർ ഡ്രൈവറോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ച ആ ശീലങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ലോകത്ത് ഇങ്ങനെയൊക്കെ ഈ അകൃത്യങ്ങളും അധർമ്മങ്ങളും പെരുകില്ലല്ലോ. അപ്പോൾ അത് സാഹചര്യങ്ങളാണ്. കൊച്ചുമോൻ കൂടെ ഇരുന്ന് നിയന്ത്രിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. അത് കാരണം ഞാൻ ഇത്ര നേരം വീഡിയോ ഒന്നും ഓൺ ചെയ്യാതിരുന്നേ. സാറേ, ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. നാളെ എല്ലാവരും ന്യൂ ഇയറിന്റെ തിരക്കിലായി പോകും എന്നുള്ളത് കൊണ്ട് ഇന്ന് തന്നെ ന്യൂ ഇയർ ആശംസകൾ. കഴിഞ്ഞ ഒരു വർഷം 3 വർഷത്തിലധികമായി
സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോം ഇതിനെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി. വളരെ സന്തോഷം സാറേ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ ഇടയാകട്ടെ. സന്തോഷം, നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വിനോദ് സാർ നമസ്കാരം. താങ്ക് യു ജോർജ് സാർ. വിനോദ് സാർ എങ്ങനെയുണ്ട് പുതിയ വർഷം, എങ്ങനെയാണ് പ്ലാനിങ്? പുതിയ വർഷം ഒരു പുതിയ കോഴ്സോട് കൂടി ലോഞ്ച് ചെയ്യാണ്. സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. സ്പിരിച്വൽ വെൽത്ത് മാസ്റ്ററി, അതായത് എന്നെന്നും നിലനിൽക്കുന്ന ധനം. നമ്മളെപ്പോഴും മെറ്റീരിയലിസ്റ്റിക് മാനിഫെസ്റ്റേഷൻ ആണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ ഊന്നിയിട്ട് പോകുമ്പോൾ അത് എങ്ങനെ സാധിക്കാം എന്നുള്ളതിന്റെ ഒരു വളരെ വർഷത്തെ റിസർച്ചിന് ശേഷമുള്ള ഒരു ക്ലാസ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പലരും നമ്മൾക്ക് എപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഓമന ടീച്ചർ പറഞ്ഞ പോലെ, പലരും ഇവിടെ പ്രതിപാദിച്ച പോലെ, പലരും ഇപ്പോൾ പി ജോർജ് സാർ പറഞ്ഞ പോലെ, നമ്മൾക്ക് മോറൽ വാല്യൂസിനൊന്നും വലിയ വില കൊടുക്കുന്നില്ല ആൾക്കാർ. സ്പിരിച്വാലിറ്റി എന്ന് പറയപ്പെടുന്നേ ഉള്ളൂ. സ്പിരിച്വാലിറ്റി ആത്മാവിന്റെ തലങ്ങളിൽ അനുഭവിച്ചവർ എത്ര പേരുണ്ട് എന്ന ചോദ്യത്തിനാണെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ എടുത്താൽ വളരെ ചുരുക്കം പേരായിരിക്കും ഒന്ന് കൈപൊക്കാൻ സാധിക്കുക. ചിലർക്ക് കൈപൊക്കാൻ ധൈര്യം പോലും ഉണ്ടാവില്ല. കാരണം അവിടെയാണ് there lies the thing. അതാണ് ഞാൻ മനോജ് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തത്. ദ ലോ ഓഫ് ഡിവിനിറ്റി, ഡിവൈൻ വൺനെസ്. അത് തന്നെയാണ് നമ്മൾ ഉപനിഷത്തുക്കൾ നോക്കിയാലൊക്കെ കാണിക്കുന്നത്. അത് തന്നെയാണ് ദ ഡിവൈൻ വൺനെസ്. നമ്മളൊരു സാഗരത്തിലെ നുരയും പതയൊക്കെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പി ജോർജ് സാറ് UK ഇരുന്നാലും, ആലുവയിലിരുന്നാലും, മനോജ് കുമാർ സാറ് മസ്കറ്റിലിരുന്നാലും, ജോഷി സാറിന്റെ സ്ഥലത്തിരുന്നാലും, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ള ബോധാവസ്ഥയുണ്ട്. അതാണ് ദ ഡിവൈൻ വൺനെസ് എന്ന് പറയുന്നത്. വി ഓൾ ആർ കണക്റ്റഡ് ഇൻ വൺ ഓർ അനദർ വേ. ആ ഒരു വലിയ തത്വം മനസ്സിലാക്കുന്നതിൽ തന്നെയാണ് നമ്മൾ ജീവിതത്തിന്റെ ആ ഒരു യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, ഒരു ആത്മാവോട് കൂടി മനുഷ്യൻ ജനിച്ചു വീണ് പ്ലാനറ്റ് എർത്ത്, അഥവാ നമ്മളുടെ ഈ പ്ലാനറ്റ് എർത്തില്, നമ്മുടെ ഗ്രഹമാകുന്ന ഭൂമിയിൽ വന്ന് ജനിച്ച് മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തു, അതിനൊരു കണക്ക് പുസ്തകം ഉണ്ടാവുമെന്ന് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്. പക്ഷെ എത്ര പേര് ഇപ്പോൾ യുക്തിവാദികളൊന്നും അത് അംഗീകരിച്ചോളണമെന്നില്ല, ആത്മാവിന്റെ തത്വമൊന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ തലമുറ എനിക്ക് തോന്നുന്നു വഴിതിരിഞ്ഞു പോകാനായിട്ട് കാരണമാകുന്നത്. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്തരം തത്വങ്ങൾ പഠിപ്പിക്കേണ്ടത് നമ്മളുടെ അടുത്ത തലമുറയാണ്. അവരത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നല്ലൊരു ജീവിതം നയിക്കാൻ അവർക്ക് പറ്റുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സ്പിരിച്വലി അക്യുമുലേറ്റഡ് വെൽത്ത് എങ്ങനെ നമുക്ക് ചെയ്യാം, അതാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കോടികളൊക്കെ സമ്പാദിക്കാനുള്ള ഒരുപാട് കുറുക്കുവിദ്യകളൊക്കെ എനിക്കും അറിയാം. പക്ഷെ അതിലേക്കൊന്നും കടക്കാതെ ഗോ അക്കോർഡിംഗ് ടു ദ പേസ് ഗിവൺ ബൈ ദ യൂണിവേഴ്സ്, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം കാണാം സാർ. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വേണമെങ്കിൽ അവതരിപ്പിക്കുക ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട്. സാർ ആലോചിക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. എന്നൊരു പുതുവർഷമാണ് എല്ലാവർക്കും വരുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ നന്മയും സന്തോഷവും ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും ജ്ഞാനവും വിജ്ഞാനവും ഉണ്ടാകാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സാർവലൗകികമായ ഒരു പ്രാർത്ഥനയാകട്ടെ. കാരണം ഇന്ന് സാർവലൗകികമായിട്ടുള്ള നിയമങ്ങളെ കുറിച്ചാണ് ഇന്ന് പ്രതിപാദിച്ചത്. അപ്പോൾ പിന്നെ സാർവലൗകികമായ ഒരു പ്രാർത്ഥനയും അതിനാവശ്യമാണ്. ഈ ലോകത്തെല്ലാവരും ജാതിമത വിഭാഗ വർഗീയ ചിന്തകൾക്ക് അതീതമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഉള്ള മനസ്സുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നത്. ദ വേൾഡ് വുഡ് ബി എ ബെറ്റർ പ്ലേസ്. മൈക്കൽ ജാക്സന്റെ ഒരു പാട്ടുണ്ട് അതിനെക്കുറിച്ച്. അതൊക്കെ നമ്മൾ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ ഈ ലോകം നന്നാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പുടിനെ പോലുള്ള ആളുകൾ ഉണ്ടാവില്ല, ഹിറ്റ്ലറെ പോലുള്ള ആൾക്കാർ ഉണ്ടാവില്ല, കിംജുനെ പോലുള്ള ആൾക്കാരുണ്ടാവില്ല. അവർക്കൊക്കെ ഈ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകം പണ്ടേ തന്നെ വേദാദ്രി മഹർഷി പറഞ്ഞ പോലെ വൺ വേൾഡ്, വൺ ഗവൺമെന്റ്, വൺ ലോ. എത്ര സുന്ദരമായ നടക്കാത്ത ആശയം അല്ലേ? നമുക്ക് അങ്ങനെ തോന്നും. അതൊക്കെ നല്ലൊരു ആശയമാണ്, സർവ്വലൗകികമായ ആശയങ്ങളാണ്. നമ്മൾക്കൊക്കെ അതില് അണ്ണാൻ കുഞ്ഞും തന്നാലായെന്ന് എന്ന് പോലെ നമ്മൾക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യാം. ബാക്കിയുള്ളവരുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. നമ്മൾ നന്മയിൽ ഊന്നി നമ്മൾ ജീവിക്കുക, നമ്മൾ നന്മ ചെയ്യുക. ബാക്കി എന്ത് വരുന്നു എന്നുള്ളത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നത്. എനിവേ, അപ്രകാരം എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് മനസ്സിലാവും. ഓക്കെ സർ, ബാക്ക് ടു യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. എല്ലാ നന്മകളും നേരുന്നു. എല്ലാ നന്മകൾക്കായിട്ട് നമ്മുടെ നന്മകളെ നമുക്ക് ചെലവഴിക്കാം. ഓക്കെ, സ്നേഹലമ്മ പറയൂ. കേക്കാമോ സാർ? കേക്കാം. ഞാനെന്ന ഭാവമിക തോന്നായിക വേണം, തോന്നുന്നതാകിലഖിലം ഞാൻ. അങ്ങനെ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഈ പ്രഭാഷണം എല്ലാം കേട്ടപ്പോൾ. നമ്മളെ ജ്ഞാനപ്പാനയിലുള്ളതാണ്.
ഞാനും നീയും ഒന്ന്, എല്ലാവരും ഒന്ന്, ഒരു പാർട്ടാണ്. നമ്മളെല്ലാം അതിൻ്റെ ഓരോ ചെറിയ അണുക്കളാണ്. പക്ഷേ അത് നമ്മളാരും ഓർക്കുന്നില്ല. ആ കൊറോണ കാലത്തും വെള്ളപ്പൊക്കത്തിനും ഒക്കെ മാത്രം എല്ലാവരും ഒന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വിഭാഗീയതയെല്ലാം പിന്നെയും തലപൊക്കുകയാണ്. അതിനെ എങ്ങനെ നമ്മൾ നേരിടും? എത്രയോ ആളുകൾ മരിച്ചു വീഴുന്നു യുദ്ധത്തിൽ, എന്നിട്ടും അവരാരും അത് നിർത്തുന്നില്ല. ഇപ്പൊ അഴീക്കോടിൻ്റെ തത്വമസി അതും ഇത് തന്നെയാണോ പറയുന്നത്? ഞാനും നീ ഒന്ന് എന്നുള്ള. താങ്ക് യു സാർ, ഇതെല്ലാം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു തന്നത്. അതിനാണ് മാം യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആ ഒബേ ദാറ്റ്. നമ്മൾ അതിനെ ആ ഒബേ ചെയ്യുക. അപ്പൊ അതെല്ലാം സാർവത്രികമായി ശരിയായിക്കോളും. നമ്മുടെ മാത്രമല്ലല്ലോ ലോകം. ആ അതിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ടെന്നും ആ ശക്തിക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് ആകാവുന്ന രീതിയിൽ നിയന്ത്രണം സാധിക്കാം, അല്ലേ? അച്ഛൻ, തോമസ് അച്ഛൻ, അതുപോലെ തന്നെ സോഫി മാം ഷെയർ വേണ്ടി പറയൂ. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, മനോജ് സാർ, വണ്ടർഫുൾ. യൂണിവേഴ്സൽ ലോയിലൂടെ വളരെ മനോഹരമായി സാറ് ഞങ്ങളെ ഇങ്ങനെ നയിക്കുകയാണ്. ഈ വർഷം വളരെ ധന്യമായി ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ അതിലൊരു അത്ഭുതമാണ് മനോജ് സാറ്. എവിടെയോ കിടന്ന, അല്ലേ, ഒരു മസ്കറ്റിൽ കിടന്ന ആള് നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 10-15 ക്ലാസ്സുകൾ സാർ എടുത്തു. ഞാൻ നമ്പർ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എങ്കിലും സാർ തുടങ്ങിയത് ജലത്തെക്കുറിച്ചാണ്. എല്ലാം മൂല്യമായ ക്ലാസ്സുകളാണ്, എല്ലാം അമൂല്യമായ ക്ലാസ്സുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ കൃതജ്ഞത സാറിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് സമർപ്പിക്കുകയാണ്. ഈ വർഷത്തിൽ അടുത്ത വർഷത്തിനേക്കാളും മനോഹരമാകട്ടെ. ഒത്തിരി പഠനങ്ങൾ മുന്നോട്ട് വരട്ടെ. അതിനൊക്കെ നയിക്കുന്ന നല്ല ഗുരുക്കന്മാരെ ഇതെല്ലാം പ്രകൃതി നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. എല്ലാം നമുക്ക് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം സ്നേഹം അറിയിക്കുന്നു. നാളത്തെ ആ മഹത്തരായ ദിവസത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും എല്ലാവർക്കും കാണാം. നാളെ കഥയിലുണ്ടൊരു കാര്യം പാട്ടുവിശേഷമൊക്കെ വളരെ മനോഹരമായി. നമ്മൾ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു എന്നല്ല, ഇപ്പോൾ അതെങ്ങനെ മനോഹരമായി പോകുന്നു എന്നുള്ളതാണ്. വിനോദ് സാറെ, ആളുകളൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. ആളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറില്ല. വി വിൽ എന്താ പറയുന്നത്, പുഴ ഒഴുകുന്ന പോലെ വി വിൽ ഫ്ലോ. സോ താങ്ക് യു വൺസ് അഗൈൻ മനോജ് സാർ. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഒരു നല്ല പുതുവത്സരത്തിന്റെ ഈ ദിവസത്തിലും ഇനി വരാൻ പോകുന്ന ഒരു ദിവസം കൂടെ ഉള്ളൂ. എല്ലാവർക്കും ശോഭനകരമായിരിക്കട്ടെ ഇനി വരാൻ പോകുന്ന പുതുവർഷം. പ്രത്യേകിച്ചും എനിക്ക് കടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബു സാറിനോട് തീർച്ചയായിട്ടും കടപ്പാടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ഥാനത്തുള്ള ബിനോയ് സാർ ഇന്ന് ഈ സെഷനിൽ വന്നത് എൻ്റെ ഭാഗ്യം. സാറിൻ്റെ 1-2 കോഴ്സുകളിലൊക്കെ വളരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പല അവബോധങ്ങളും എൻ്റെ പേഴ്സണലിയും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ എന്നെ ഒരുപാട് നയിക്കാനും എന്നെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിശാബോധത്തിലാണ് സാർ ഇപ്പോൾ പറഞ്ഞ പോലെ. ഞാൻ പ്രത്യേകിച്ചും കുറേ കാലങ്ങൾക്ക് മുന്നേ വളരെ ടെക്നിക്കലി മാത്രം കാര്യങ്ങളെ നോക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നു ഔദ്യോഗികമായി പറഞ്ഞാൽ. പിന്നെ കുറച്ച് കലയും കാര്യങ്ങളൊക്കെ കുറേ കാലമായിട്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രപഞ്ചം നിശ്ചയിച്ച പോലെ ആകാം ഇങ്ങനെ ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ ചുരുങ്ങിയ സമയത്തുള്ള എനിക്ക് പരിചയപ്പെടാനും അവരുടെയൊക്കെ ക്ലാസ്സുകൾ പങ്കെടുക്കാനും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിലെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനുള്ള പ്രപഞ്ചം തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ അതൊക്കെ കാണുന്നത്. ഇങ്ങനെ ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതിനെയൊക്കെ സംസാരിക്കുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഇതെല്ലാം ഒരു എനർജി ആണെന്ന് മാത്രമാണ്. നമുക്ക് എന്തോരം എനർജി കിട്ടുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ബിനോയ് ജോൺ സാറിന് വലിയൊരു താങ്ക് യു ഉണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സാറിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിന്. സാബു സാറിനും വീണ്ടും താങ്ക് യു പറഞ്ഞു. സാറാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ചെറിയ ശ്രമം ഞാൻ നടത്തുന്നേ ഉള്ളൂ. പക്ഷേ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. സമയം സ്പെൻഡ് ചെയ്യുന്നതിന് മറ്റുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഇവിടെ വന്നിരുന്നൊക്കെ സംസാരിക്കാനൊക്കെ കിട്ടിയ അവസരങ്ങൾക്കൊക്കെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. സീ യു. നാളെ നമുക്ക് വീണ്ടും കാണാം. വർഷത്തിന്റെ അവസാനം ഓക്കെ സാർ. താങ്ക് യു. ആഘോഷിച്ച് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പറഞ്ഞു വിടാം. അത് പുതിയ വർഷത്തെ സ്വീകരിക്കാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു. ടേക്ക് കെയർ. ബൈ ബൈ.